ഒരു വെടിയുണ്ട കൊണ്ട് അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരല്ല ഗാന്ധി. ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധിയുടെ മൂക്കങ്ങ് ചെത്തിക്കളയുമെന്ന് പറഞ്ഞ കോടതികളിൽ പോയി സംഘപരിവാർ അനുകൂലികളായ ന്യായാധിപന്മാരെ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ നിയമവ്യവഹാരത്തെ പറ്റി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മാപ്പ് ചോദിക്കുവാൻ മേരാ നാം സവർക്കർ നഹി, മേരാ നാം രാഹുൽ ഗാന്ധി ഹേ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പ്രസ്ഥാനത്തെ, ഈ പ്രത്യയശാസ്ത്രത്തെ നയിക്കുമ്പോ ഈ രാജ്യത്തെ ഒരു തെരുവീതിയിൽ കിടന്നുകൊണ്ടും ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് പറയാൻ ഒരാർജവത്തിന്റെ അംശത്തിന്റെ കുറവ് പോലും ഈ നാട്ടിലെ കോൺഗ്രസുകാരനില്ല എന്ന വളരെ വിനയത്തോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. കാലികമായി ഏറ്റവും പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യത്തോട് കൂടിയിട്ടാണ് 2024 ജനുവരി മാസം 30 നമ്മൾ ഇത്തരത്തിലൊരു ഫാഷിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുന്നത്. അധ്യക്ഷ പ്രസംഗൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മുഖപുസ്തകത്തിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്റർ ഷെയർ ചെയ്തപ്പോൾ നാട്ടിൽ വർഗീയത വിതച്ച് കലാപങ്ങൾ കൊയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം വർഗീയവാദികൾ ആ പോസ്റ്ററിനടിയിൽ വന്ന് സംശയമായി ചോദിച്ചു, തെളിവ് തരൂ എന്ന്. ആ തെളിവ് തരൂ എന്ന് ചോദിച്ച ഈ നാട്ടിലെ സംഘപരിവാരത്തിന്റെ ബുദ്ധി പേറുന്ന മുഴുവൻ വർഗീയവാദികളോടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഉറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു, ഗാന്ധിയെ കൊന്നത് RSS തന്നെയാണ്. അത് ഒരു തവണയല്ല, 1000 തവണ അത് ഈ രാജ്യത്തിന്റെ കാണുന്ന തെരുവീതികളിലെല്ലാം ഉറച്ചു പറയുവാൻ ആർജവമുള്ള ശബ്ദം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നല്ല ഒന്നാന്തരം ഗാന്ധിയന്മാരായതുകൊണ്ടാണ്, ഞങ്ങൾ കോൺഗ്രസുകാരായതുകൊണ്ടാണ്. ഒരു കാര്യത്തിനകത്തുള്ള സന്തോഷം, 948 ജനുവരി മാസം 30 നിന്ന് 2024 ജനുവരി മാസം 30 എത്തുമ്പോ ഈ നാട്ടിലെ ഏതൊക്കെയോ ചില സംഘപരിവാറുകാർക്കെങ്കിലും ഒരങ്കലാപ്പുണ്ടാവുകയാണ്. ഗാന്ധിയെ കൊന്നത് സംഘപരിവാറാണെന്ന് പറയുമ്പോ ആ അങ്കലാപ്പിന്റെ പേരാണ് ഗാന്ധി. ഒരു വെടിയുണ്ട കൊണ്ട് അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരല്ല ഗാന്ധി. ഗാന്ധിയെ പറ്റി പറയുമ്പോ 1869 ഒക്ടോബർ മാസം 2 ഗുജറാത്തിലെ പോർബന്തറിൽ മുത്തലീബായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും മകനായി ജനിച്ച് 948 ജനുവരി മാസം 30 സംഘപരിവാറുകാരന്റെ വെടിയേറ്റു മരിച്ചു എന്ന് പറയുന്ന ഹ്രസ്വകാല ജീവിതം മാത്രമല്ല ഗാന്ധിക്കുള്ളത്. ഗാന്ധിക്കും ഗാന്ധിയുടെ പ്രത്യയശാസ്ത്രത്തിനും 948 കഴിഞ്ഞിന്ന് 2024 വരെ 10 പ്രത്യയശാസ്ത്ര പിൻബലം കൂടി ഉള്ളത് കൊണ്ടാണ് കൊന്നവർക്ക് തന്നെ ഇന്ന് കൊന്നു എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോ ജാള്യതയുണ്ടാകുന്നതും അറപ്പുണ്ടാകുന്നതും മടുപ്പുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഗാന്ധിയോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധിയുടെ മൂക്കങ്ങ് ചെത്തിക്കളയുമെന്ന് പറഞ്ഞ കോടതികളിൽ പോയി സംഘപരിവാർ അനുകൂലികളായ ന്യായാധിപന്മാരെ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ നിയമവ്യവഹാരത്തെ പറ്റി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു മാപ്പ് ചോദിച്ചാൽ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞപ്പോ മാപ്പ് ചോദിക്കുവാൻ മേരാ നാം സവർക്കർ നഹി, മേരാ നാം രാഹുൽ ഗാന്ധി ഹേ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പ്രസ്ഥാനത്തെ, ഈ പ്രത്യയശാസ്ത്രത്തെ നയിക്കുമ്പോ ഈ രാജ്യത്തെ ഒരു തെരുവീതിയിൽ കിടന്നുകൊണ്ടും ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് പറയാൻ ഒരാർജവത്തിന്റെ അംശത്തിന്റെ കുറവ് പോലും ഈ നാട്ടിലെ കോൺഗ്രസുകാരനില്ല എന്ന വളരെ വിനയത്തോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു.